ഹായ്, നമ്മളിന്ന് ഗ്രേഡ് 6-ലെ ചാപ്റ്റർ 1-ന്റെ പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാറ്റേൺസ് ഇൻ ഷേപ്പ്, പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ്. അതിൽ പാറ്റേൺസ് ഇൻ ഷേപ്സ് ആണ് എടുക്കുന്നത്. ഗ്രേഡ് 6 മുതൽ ഗ്രേഡ് 12 വരെയുള്ള അപ്ലൈഡ് മാത്തമാറ്റിക്സിൻ്റെയും പോർഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പാറ്റേൺസ് ഇൻ ഷേപ്സ് ആണ്. Other important and basic patterns that occur in mathematics are patterns of shape. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാറ്റേൺസ് ഓഫ് ഷേപ്പ് ആണ്. ഈ ഷേപ്സ് തന്നെ 1 ഡയമെൻഷനോ 2 ഡയമെൻഷനോ 3 ഡയമെൻഷനോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടാവും. നമ്പർ ഓഫ് സൈഡ്സ് അനുസരിച്ച് ഇനി വ്യത്യാസം വരുന്നുണ്ട്. The branch of mathematics that studies the patterns in shape is called geometry. Branch of mathematics that studies the patterns in shapes. ഷേപ്സിലെ പാറ്റേൺസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് അതിനെക്കുറിച്ചുള്ള പഠനം വരുന്നതാണ് ജോമെട്രി എന്ന് പറയുന്നത്. ജോമെട്രിയുടെ അകത്ത് വരുന്നത് സ്റ്റഡീസ് ദ പാറ്റേൺസ് ഇൻ ഷേപ്സ്. ഇതിൻ്റെ അകത്ത് പിന്നെ ഷേപ്സ് എന്ന് പറയുന്ന സീക്വൻസിൻ്റെ അകത്ത് നമുക്ക് പല തരത്തിലുള്ള പാറ്റേൺസ് കാണാൻ പറ്റും. ഷേപ്പ് സീക്വൻസ് ആർ വൺ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഷേപ്പ് പാറ്റേൺ ദാറ്റ് മാത്തമാറ്റീഷ്യൻ സ്റ്റഡീസ്. അതിനെപ്പറ്റിയും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി പോരുന്നുണ്ട്. അപ്പം അതിലെ ഇതാണ് ഷേപ്പ് സീക്വൻസ് വരുന്നത്. സൈഡ്സ് ആണ് ആദ്യം റെഗുലർ പോളിഗൺ ആണ് വരുന്നത്. റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സൈഡ്സും ആംഗിൾസും ഈക്വൽ ആവുന്നതിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണുള്ളത്, ക്വാഡ്രിലാറ്ററലിന് 4 സൈഡ്സ്, പെൻറ്റഗൺ 5 സൈഡ്സ്. അതിൻ്റെ അകത്ത് എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, 9 സൈഡഡ് ഫിഗർ. ദെൻ ഡെക്കഗൺ എന്ന് പറയുമ്പോൾ 10 സൈഡ്സ് ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് ഗ്രാഫിന്റെ പ്രത്യേകത 2 പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. എല്ലാ വെർട്ടീസസും ജോയിൻ ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ഗ്രാഫ്. K3 എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് 3 ഡോട്ട്സ് ജോയിൻ ചെയ്തുകൊണ്ട് 3 ലൈൻസ് ആണ് വരുന്നത്. പക്ഷെ K4 എന്ന് പറയുന്ന സ്ക്വയർ ആണെങ്കിലും അതിൻ്റെ അകത്ത് 6 എഡ്ജസ് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡ്സും പിന്നെ അതിൻ്റെ അകത്ത് 2 ഡയഗണൽ. K5ന്റെ അകത്ത് വരുന്നത് ഒരു സ്റ്റാർ ഷേപ്ഡ് ആണ്. പെൻറ്റഗൺ ആണെങ്കിലും അതിൻ്റെ അകത്ത് സ്റ്റാർ ഷേപ്പാണ് വരുന്നത്. പിന്നെ ഈ സ്റ്റാക്ഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് പോകുന്നത്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, അതിൻ്റെ അകത്ത് 4 സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കും. 3യുടെ സ്ക്വയർ 9, അതിൻ്റെ അകത്ത് 9 സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കും. പിന്നത്തെ വരുന്നത് സ്റ്റാക്ഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇത് ഒരു ട്രയാങ്കിൾ, പിന്നെ വരുന്നത് 4 ട്രയാങ്കിൾ ആണ്, പിന്നെ വരുന്നത് 9 ട്രയാങ്കിൾ. ഇതും സ്ക്വയർ തന്നെയാണ് എടുക്കുന്നത്, പക്ഷെ ഷേപ്പ് വരുന്നത് ട്രയാങ്കിൾ. ഇനി കോച്ച് സ്നോഫ്ലേക്ക് എന്ന് പറയുന്ന ഈ ഓരോ ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് മൾട്ടിപ്പിൾ ആയിട്ട് മാറും. ഇവിടെ 3 സൈഡ്സ് ഉള്ളത്, അതുപോലെ തന്നെ 3 ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമല്ലുള്ളത്. ഇത് എന്ത് ചെയ്യും, ഇത് അടുത്ത ഫിഗർ ആകുമ്പോൾ അത് മാറും. ഇവിടെ വരുമ്പോൾ 1, 2, 3, 4, 5, 6 ആയി. 3ൽ നിന്ന് പിന്നെ അത് 6 ആയി. പിന്നെ എന്ത് ചെയ്തു, ഈ ഓർണം തന്നെ എത്രണ്ണായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ അത് എത്രണ്ണായിട്ട് മാറി, 9 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ അതിനിങ്ങനെ സ്പ്ലിറ്റിംഗ് സംഭവിക്കുകയാണ്. ഓരോ മൂലകളിലും സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നതിനെയാണ് നോച്ച് ഫ്ലേക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോർഷൻ വരുന്നത് ഇതിന്റെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. Can you recognize a pattern in each of the sequence in table 3? ഈ ടേബിൾ 3-ലെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് Can you recognize a pattern in each of the sequence? Yes, നമുക്ക് റെക്കഗ്നൈസബിൾ ആണ്, അത് പറയാൻ പറ്റുന്നതാണ്. റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ ഈച്ച് ഷേപ്പ് സീക്വൻസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് 1 സൈഡ് ടു ദ പ്രീവിയസ് പോളിഗൺ. 3 സൈഡഡ് ഫിഗർ ആണെങ്കിൽ പിന്നെ അത് 4 സൈഡഡ് ഫിഗർ ആയി. അപ്പോൾ ഓരോ സൈഡ് കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റെഗുലർ പോളിഗൺ വരുന്നത്. അതുപോലെ തന്നെ 3 സൈഡ്സ് ട്രയാങ്കിൾ, 4 സൈഡ്സ് ക്വാഡ്രിലാറ്ററൽ. അതിന് സ്പെഷ്യൽ നെയിംസും ഉണ്ട്. അടുത്ത വരുന്നത് കംപ്ലീറ്റ് ഗ്രാഫ്. കംപ്ലീറ്റ് ഗ്രാഫിന്റെ പ്രത്യേകത എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് എ ടൈപ്പ് ഓഫ് ഗ്രാഫ് വെർ എവറി പെയർ ഓഫ് വെർട്ടീസസ് ഈസ് കണക്റ്റഡ് ബൈ എ യൂണീക്ക് എഡ്ജ്. അപ്പം ഇതിപ്പോൾ 3 ഇതിൻ്റെ അകത്ത് വരുമ്പോൾ 3 വെർട്ടീസസ് ആണ് വരുന്നത്. 3 വെർട്ടീസസ് എന്ത് ചെയ്യണം, ഒരു എഡ്ജ് വെച്ച് ഓരോ എഡ്ജസ് വെച്ച് ഓരോ വെർട്ടീസസ് ജോയിൻ ചെയ്യുക. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. അപ്പം 3 വെർട്ടീസസും 3 എഡ്ജസ് വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ K4 എടുക്കുവാണെങ്കിൽ സ്ക്വയർ ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് 4 എഡ്ജസ് ഓൾറെഡി ഉണ്ട്, പിന്നെ അതിൻ്റെ ഡയഗണലും കൂടി ജോയിൻ ചെയ്യും.
അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് എഡ്ജസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n×n−1/2 ആണ്. അപ്പോൾ K6 എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ടോട്ടൽ 6 സൈഡ്സ് ആണ് വരുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് നമുക്ക് എത്ര എടുക്കാം? n = 6 ആണ് വരുന്നത്. അത് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n×n−1/2. അപ്പോൾ നമ്മൾ കൊടുക്കുക 6×6 - 1/2. അപ്പോൾ 6×5/2. ഇതിൽ 2ഉം 6ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3 3×5 എന്ന് പറയുമ്പോൾ 15 എഡ്ജസ് ആണ് വരുന്നത്. അപ്പം K6 എന്ന് പറയുന്ന ഫിഗറിൻ്റെ അകത്ത് 15 എഡ്ജസ് ആയിരിക്കും വരുന്നത്. വേറെ n is the number of vertices. ഇനി stacked squares എന്ന് പറയുന്നത് each new larger squares is made up of a specific number of smaller squares arranged in a grid. ഒരു പ്രത്യേക രീതിയിൽ സ്ക്വയേഴ്സ് അറേഞ്ച് ചെയ്യുകയാണ്. 1×1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്മോൾ സ്ക്വയർ കിട്ടി. 2×2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2×2 ഗ്രിഡ് ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സ്ക്വയേഴ്സ് 4 സ്ക്വയേഴ്സ് ആണ് വരുന്നത്. അടുത്തതിൽ 9 വരും, പിന്നത്തേൽ 16 വരും. സ്റ്റാക്ഡ് ട്രയാങ്കിൾ ഇതുപോലെ തന്നെ. ഫോർ എ സ്റ്റാക്ഡ് ട്രയാങ്കിൾ വിത്ത് n layers, total number of small triangles can be calculated by summing the number of triangles in each layer. ഓരോ ട്രയാങ്കിളിലെയും നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, ഓരോ ലെയറിലെയും നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും. അതിൻ്റെ അകത്ത് n layers ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ സമ്മിങ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് ലെയർ. ഫോർമുല വരുന്നത് n×n+1/2. ഇനി നോഷൻ ഓഫ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫ്രാക്ടൽ കർവ് നോൺ for its cell similarity and infinite complexity. It starts with an equilateral triangle and progressively adds small triangles to its side. അപ്പോൾ ആദ്യമേ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരുന്നത്. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഓരോ സൈഡുകളുടെയും മൂലകൾ എന്ത് ചെയ്യും? എർത്തിക്കാൻ തുടങ്ങും. Each time you know a new layer of Koch snowflake, it looks like one before but with more detail. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും അവർ കൂടുതൽ ട്രയാങ്കിൾസ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പുതിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ആ പഴയ ട്രയാങ്കിളിൻ്റെ, ബിഗ് ട്രയാങ്കിളിൻ്റെ ടൈനി വേർഷൻ ആയിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് വീണ്ടും ഷെയ്ഡ്സ് ആഡ് ചെയ്തായിരിക്കും പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൈ ആൻഡ് റീഡ്രോ ഈച്ച് സീക്വൻസ് ഇൻ ടേബിൾ 3 ഇൻ യുവർ നോട്ട്ബുക്ക്. എല്ലാം ഒന്നോടെ ഒന്ന് വരയ്ക്കുക. ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് ഷേപ്സ് ഇൻ ഈച്ച് സീക്വൻസ്? അടുത്ത ഷേപ്പ് വരയ്ക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ ഓർ വൈ നോട്ട്? വരയ്ക്കാവുന്ന കാര്യമുള്ളൂ. After each sequence, describe in your own words what is a rule or pattern for forming the shapes in the sequence. അതിൻ്റെ അകത്ത് പാറ്റേണും പറയണം. റെഗുലർ പോളിഗൺ, ഇതാണ് നമുക്ക് റെഗുലർ പോളിഗൺ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആദ്യം 3 സൈഡ്സ് ആണ് വരുന്നത്. പിന്നെ അതെന്തായിട്ട് മാറി? 4 സൈഡായി. അപ്പോൾ നമ്മൾ ഡെക്കഗൺ വരച്ചിട്ടുണ്ട്, 10 സൈഡ് വരെ വരച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 11 സൈഡ്സ് ആയിരിക്കും വരുന്നത്. പ്രീവിയസ് ഫിഗറിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു സൈഡ് ആഡ് ചെയ്യുക. n+1 ആയിരിക്കും വരുന്നത്. ഇനി കംപ്ലീറ്റ് ഗ്രാഫ് വരുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? ഇതിൻ്റെ അകത്ത് K6 കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും വരുന്നത്? K7 ആയിരിക്കും വരുന്നത്. ദിസ് സീക്വൻസ് ഷോസ് ദാറ്റ് ഈച്ച് പോയിന്റ് ഈസ് കണക്റ്റഡ് ടു എവറി പോയിന്റ് ആൻഡ് സ്റ്റാർട്ട് വിത്ത് 2 പോയിന്റ്സ് കണക്റ്റഡ് ബൈ എ ലൈൻ. 3 പോയിന്റ്സ് ഫോം എ ട്രയാങ്കിൾ, 4 പോയിന്റ്സ് ഫോം എ സ്ക്വയർ. അങ്ങനെ ഓരോ ഇതിൻ്റെ അകത്തും അതിൻ്റെ അകത്ത് വരുന്ന ലൈൻസ് കൂടുതൽ ആഡ് ചെയ്ത് പോകും. ഇനി സ്റ്റാക്ഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? സ്റ്റാക്ഡ് സ്ക്വയേഴ്സിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ, എക്സ്ട്രാ ഓരോ സ്ക്വയേഴ്സ് ആഡ് ചെയ്തു. ആദ്യം 1, പിന്നെ 4, പിന്നെ 9, പിന്നെ 16, പിന്നെ 25, പിന്നെ വരുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 36 ആയിരിക്കും വരുന്നത്. ട്രയാങ്കിളിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ട്രയാങ്കിളിൻ്റെ അകത്ത് ഓരോ ട്രയാങ്കിൾ ആയിരിക്കും ആഡ് ചെയ്ത് പോണത്. ഓരോ ട്രയാങ്കിളിൻ്റെ ആഡ് മോർ നമ്പർ ഓഫ് ട്രയാങ്കിൾ ടു ഫോം എ ലാർജ് ട്രയാങ്കിൾ. നോച്ച് ഫ്ലേക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻഡിങ്ങിൽ ഒരു റെഗുലർ ഷേപ്പ് തന്നെയായിരിക്കും. ഇങ്ങനത്തെ ഒരു സ്പീഡ് ബമ്പ് പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനം എക്സ്ട്രാ ആഡ് ചെയ്തായിരിക്കും വരുന്നത്. ഈച്ച് ഓഫ് ദ സൈഡ്സ് ഇസ് എ തേർഡ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്. ഇറ്റ് ഈസ് റീപ്ലേസിംഗ് ഓർ ഇൻ ദി സീക്വൻസ് സ്റ്റാർട്ട്സ് വിത്ത് എ ട്രയാങ്കിൾ ആൻഡ് ഇൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ദ ലൈൻ സെഗ്മെന്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ സ്പീഡ് ബമ്പ്. ഓരോന്നിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഓരോ ടൈനി പോർഷൻസ് ആയിട്ടുള്ളത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ചെറുതായിട്ടുള്ള സ്മോളർ ലൈൻ ആയിരിക്കും വരുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഇതിൽ അടുത്ത പോർഷൻ ഇടാം. ഓക്കെ, ബൈ.